വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ പച്ചപ്പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെള്ളപ്പാവയ്ക്ക ഉണ്ടല്ലോ, അപ്പം ഞാൻ പച്ചപ്പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു സബോളയും അച്ചിങ്ങാപ്പയറും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കായൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ സബോളയൊക്കെ ഒന്ന് പൊളിച്ച് അരിഞ്ഞു കൊണ്ടുവരണം. ഞാൻ ഈ പാവയ്ക്ക കഴുകിയെടുത്തിട്ട് അരിഞ്ഞിടാനായിട്ട് വാളംപുളിയില്ലേ, വാളംപുളി വെള്ളത്തിലിട്ടു. എന്നിട്ട് കൈവച്ച് ആ വാളംപുളി നല്ലതുപോലെ ഒന്ന് ഞെരടി എടുക്കണേ. എന്നിട്ട് ആ പുളിവെള്ളത്തിനകത്തുനിന്ന് ആ പുളിയുടെ ആ ചണ്ടിയില്ലേ അതങ്ങ് എടുത്ത് കളയണം. കളഞ്ഞിട്ട് പാവയ്ക്ക കീറി അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് വേണം അരിഞ്ഞിടാനായിട്ട്. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് നടുക്കൂടെ ഒന്നും കൂടെ കീറിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കണേ. അപ്പം ഇത് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. പുളിവെള്ളത്തിനകത്ത് അരിഞ്ഞിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഞെരടി കഴുകിയാൽ ഒരു ശകലം പോലും കയ്പ്പുണ്ടാകത്തില്ല. മെഴുക്ക് പുരട്ടിക്കാണെങ്കിലും തോരത്തിനാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പാവയ്ക്കെല്ലാം അരിഞ്ഞ് ആ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവോളയും ആ പയറും ഒക്കെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം. പയറൊക്കെ ഞാൻ കഴുകിയെടുത്ത് അരിയുവാണേ. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിടുന്നത്. അതിന് ശേഷം നമുക്ക് ആ സബോളയില്ലേ, ആ സബോള ഇതുപോലെ പൊളിച്ച് ഒന്ന് കീറി അരിഞ്ഞെടുക്കാം. നമുക്കിതുപോലെ അതിൻ്റെ ചുവട്ടിലെ ആ കട്ടിയുള്ള ഭാഗം അങ്ങ് ചെത്തിക്കളയണം. അതിന് ശേഷം ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ പച്ചമുളകില്ലേ അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ പുളിവെള്ളത്തിൽ ആ പാവയ്ക്കായൊക്കെ ഒന്ന് നല്ലതുപോലെ ഞെരടി 1-2 വെള്ളം കഴുകിയെടുക്കണേ. ആ കയ്പ്പും എല്ലാം അങ്ങ് പോകും. ഇതുപോലെ നല്ലതുപോലെ അങ്ങ് കഴുകിയെടുത്താൽ മതി. ഇതുപോലെ കഴുകിയെടുത്തു. ഇനി പാവയ്ക്കായെല്ലാം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പയറും സബോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കായും പയറും സബോളയും കൂടെ ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാക്കൊത്തും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാമേ. ഇതൊന്ന് വേകാനായിട്ടാണ്. എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് എന്നിട്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കണം, എന്തായി പരുവം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. വെന്ത് വെള്ളമൊക്കെ പറ്റിയിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഉപ്പ് ഇത്തിരി കുറവുണ്ടായി, ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ പാവയ്ക്കായൊക്കെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കായൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ പുളിവെള്ളത്തിലൊക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് മെഴുക്ക് പുരട്ടിയോ തോരനോ ഒക്കെ ഒന്ന് വെച്ച് നോക്കണേ. ഒരു ശകലം പോലും കയ്പ്പും കാണത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.